ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ജനറൽ ഡാർക്ക് സൈക്കോളജി സീക്രറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇത് ആരും അങ്ങനെ വലുതായിട്ട് പറഞ്ഞിട്ടില്ല. ബിക്കോസ് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സൈക്കോളജിയിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പറഞ്ഞു തരാൻ പറ്റൂ. കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യാതെ മിസ്യൂസ് ചെയ്യും ആൾക്കാർ. അതുകൊണ്ടാണ് മിക്ക കാര്യങ്ങളും നമ്മൾ പറയാതെ വിടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ നമ്മൾ ആ ഒരു പേഴ്സണിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പഠിക്കുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാം, എന്ത് വെച്ച്, നമ്മുടെ മനസ്സ് വെച്ച് എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിയന്ത്രിക്കുന്നതിന് പല വഴികളാണുള്ളത്. അതിൽ ഫസ്റ്റ് വഴി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കണ്ണിൽ നിങ്ങൾ നോക്കി സംസാരിക്കുമ്പോൾ ചിലർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക്, ഈ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോഴത്തേക്ക് അവരിൽ ആ ഒരു ഇത് പ്രോപ്പർ വർക്ക് ആവുന്നില്ലല്ലോ, അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നോക്കി സംസാരിക്കേണ്ടതെന്നുള്ള പ്രോപ്പർ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് ഒരു പേഴ്സൺ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൻ്റെ നമ്മൾ വലത് കണ്ണുണ്ടല്ലോ, വലത് കണ്ണിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി സംസാരിക്കേണ്ടത്. ആദ്യം നമ്മൾ നോക്കി സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇവിടെ ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ ഞാൻ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണിനെ നോക്കി സംസാരിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും ഇവിടെയുണ്ട് കണ്ണുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താണ്, വലത് കണ്ണ് എവിടെയാണോ ആ വലത് കണ്ണിൽ നോക്കിയാണ് സംസാരിക്കേണ്ടത്. രണ്ട് കണ്ണുകളിൽ നമ്മൾ രണ്ട് കണ്ണ് കൊടുത്ത് എന്ത് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയരുത്. അപ്പോൾ ഫോക്കസ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് അവർക്ക്, അതായത് രണ്ട് കണ്ണുകളിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ഷാർപ്പായിട്ടുള്ളൊരു കാര്യം ഉറപ്പിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ തന്ത്രം ഉണ്ടല്ലോ എന്ന രീതിയിൽ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരം കൊടുക്കരുത്. പകരം നമ്മൾ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചെടുക്കണമെങ്കിൽ അവരുടെ വലത് കണ്ണിൽ മാത്രം നോക്കുക. അതുപോലെ ഒരു കണ്ണിൽ നോക്കി, അപ്പുറത്തെ കണ്ണിൽ നോക്കി, പിന്നെ ചുറ്റുപാട് നോക്കി, ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വളരെ വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് അവർക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നമ്മൾ അവരെ മനസ്സിലാക്കിപ്പിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്തരുത്. നമ്മളിനി അങ്ങനെ വീക്കായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ കൂടിയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണറിനാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആരെയാണോ നമുക്ക് നിയന്ത്രിക്കേണ്ടത് അവരെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കരുത്. അതായത് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് പറയുന്നത് വലത് കണ്ണിൽ മാത്രം, ആദ്യം വലത് കണ്ണിൽ മാത്രം നോക്കുക. ബിക്കോസ് എന്തുകൊണ്ടാണ് വലത് കണ്ണിൽ മാത്രം നോക്കുക എന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വലത് അർദ്ധഗോളമുണ്ടല്ലോ, അതായത് നമ്മുടെ വലത് അർദ്ധഗോളത്തിന് വളരെ വലിയ, അതായത് തലച്ചോറിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും വികാരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുമൊക്കെ വലിയൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ തലച്ചോറിൻ്റെ വികാരങ്ങൾ, ഫീലിങ്സ്, ഇമോഷൻസ്, അങ്ങനെ പല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു പ്രത്യേക കഴിവ് നമ്മുടെ വലത് കണ്ണിനുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നമ്മളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ പുള്ളിയുടെ നമ്മൾ വലത് കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പുള്ളിക്ക് നമ്മളെപ്പറ്റി കുറച്ചും കൂടെ ചിന്തിക്കുന്നതിനും നമ്മളെപ്പറ്റി ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ ആ ഫീലിങ്സ് കൊണ്ടുവരുന്നതിനും ഇമോഷൻസ് പെട്ടെന്ന് അവരുടെ മൈൻഡിൽ ഇങ്ങനെ കുറേ രീതിയിൽ വികാരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതായത് തലച്ചോറിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കണ്ണാണ് നമ്മുടെ വലത് കണ്ണെന്ന് പറയുന്നത്. വലത് അർദ്ധഗോളത്തിൽ നോക്കി സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വലത് കണ്ണ്. ഇനി നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു പേഴ്സണിന് നമ്മളോട് പെട്ടെന്ന് എന്താണ്, ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതായത് ആ പേഴ്സൺ വഴിയല്ല, ആ പേഴ്സൻ്റെ മനസ്സ് നമ്മളുടെ കണ്ണ് വഴി ആ ഒരു സോളിൻ്റെ ഒരു കണക്ഷൻ അവിടെ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ വലത് കണ്ണിൽ നോക്കി സംസാരിക്കുന്നതാണ് അത് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, അതായത് നമ്മുടെ രഹസ്യങ്ങളില്ലേ, അതായത് ഓപ്പോസിറ്റുള്ള ആ ഒരു പേഴ്സൺ കുറേ രഹസ്യങ്ങൾ സൂക്ഷിച്ചാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു പേഴ്സൻ്റെ വലത് കണ്ണ് നോക്കി നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് പുള്ളി അറിയാതെ തന്നെ പുള്ളിയുടെ മനസ്സിൽ നിന്ന് രഹസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. ഇനി പല രീതിയിലും നമ്മൾ ഈ രഹസ്യ അന്വേഷകരാണെങ്കിലും പല ആൾക്കാരാണെങ്കിലും അവർ ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനും പല രീതികൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഡാർക്ക് സൈക്കോളജിയിലെ ഒരു ട്രിക്ക് കൂടിയാണ്, ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരുടെയാണോ സത്യം തെളിയിക്കേണ്ടത് ആ സത്യം തെളിയിക്കുന്ന ആളുടെ വലത് കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. അതായത് ഇടത് കണ്ണ് നോക്കാറില്ല, വലത് കണ്ണിൽ മാത്രം ഷാർപ്പായിട്ട് നോക്കി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ ചിന്താരീതികളുണ്ട്. അതുപോലെ തന്നെ
കുറേ വികാരങ്ങളുണ്ട്. അപ്പോൾ അതെന്താണ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഇഷ്ടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ പുള്ളി അറിയാതെ തന്നെ ആ പുള്ളിയുടെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് പറയാനായിട്ട് സഹായിക്കുന്നു. ഇനി നിങ്ങളെ വേറൊരു കാര്യമുണ്ട്, അതായത് നിങ്ങളിങ്ങനെ കുറച്ച് കൂട്ടത്തിൽ നിൽക്കുകയാണ്. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന, നിങ്ങൾ കുറേ പേരുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ എല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് നിങ്ങളെ തന്നെ കളിയാക്കി, അതായത് ഇത്രയും പേരിൽ നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ഗ്രൂപ്പിൽ വന്ന് നിന്നിട്ട് നമ്മളെ മാത്രം കളിയാക്കാൻ കുറച്ച് ടീംസ് ഉണ്ട്. നമ്മളെല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവുക, അതാണ് കറക്റ്റ് വാക്ക്, ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടവരായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പേഴ്സൺ, അതായത് നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ എങ്ങനെ നമുക്ക് എന്താണ് അവരുടെ ആ ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ആ അപമാനിച്ചവരെ എങ്ങനെയാണ് അവരെ ഇന്ന് സൈലൻ്റ് ആക്കി നിർത്തുക എന്ന രീതിയാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഓപ്പോസിറ്റുള്ള കുറച്ച് പേഴ്സൺസ് നമ്മളെ എന്ത് ചെയ്യുകയാണ്, കളിയാക്കുകയാണ്, നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എന്താണ് നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ഔട്ട് ആവാതെ ദേഷ്യപ്പെടാതെ വളരെ കാമായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ കണ്ണുകളുണ്ടല്ലോ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുക, അതായത് ആക്ഷൻസ് കാണിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ അത് നമ്മൾ കാണിച്ച ശേഷം വളരെ സൈലൻ്റ് ആയിട്ട് നമ്മൾ പറയുക, ആ പറഞ്ഞ കാര്യം ഇപ്പോൾ നമ്മളെ കളിയാക്കിയ കാര്യമായിരിക്കും. അപ്പം നമ്മൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു, ആ പറഞ്ഞ കാര്യം ഇപ്പോൾ പറഞ്ഞ എന്താ, എനിക്കത് മനസ്സിലായില്ല, ഒന്നും കൂടെ പറയാമോ എന്ന് നമ്മൾ വളരെ കാമായിട്ട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യം പറഞ്ഞൊരു തമാശയുണ്ടല്ലോ, ആ ഒരു തമാശ നമ്മളെ കളിയാക്കിയ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കളിയാക്കിയ കാര്യം റിപ്പീറ്റായിട്ട് നമ്മുടെ തലച്ചോറിൽ ഒരു പേഴ്സൺ, നമ്മൾ തന്നെ ചോദിക്കുവാണ് ആ പേഴ്സൻ്റെ അടുത്ത്, ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു തമാശയുടെ അത്രയും കളിയാക്കലിൻ്റെ ആ ഒരു രീതിയിൽ ആ ഒരു കറക്റ്റ് 100% തിരിച്ച് ആ പുള്ളിക്ക് പറയാൻ പറ്റില്ല. ആ 100% പറയാൻ ഒട്ടും പറ്റില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മളെ കളിയാക്കിയവരോട് നമ്മൾ ഒന്നും കൂടെ ചോദിക്കുക, നീ ഇപ്പോൾ എന്താ എന്നെ പറ്റി പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് പറയാമോ, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇനി അത് പറഞ്ഞു എന്ന് വെച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, എന്തോ അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ എന്തോ ഇപ്പോൾ അതങ്ങനെ പറഞ്ഞേ മനസ്സിലായില്ല. വളരെ ഇങ്ങനെ കാമായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് പറയാം, വലിയ ചിരിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് പറയാം. അപ്പോഴത്തേക്ക് ആ സ്പോട്ടിൽ ആ പുള്ളിയിൽ എന്ത് ചെയ്യും, ഒരു ഉള്ളിൽ നിന്ന് എന്തോ ഒരു കുറ്റബോധമോ എന്തോ സംതിങ് പെട്ടെന്ന് വരാനായിട്ട് ഇടയാക്കും. അപ്പോൾ ആ ഒരു സംതിങ്ങിൽ പുള്ളി എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ കളിയാക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു പേഴ്സണിന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു വിഷമമോ കാര്യങ്ങളോ വരും, പുള്ളി അവിടെ എന്ത് ചെയ്യും, ആ കളിയാക്കൽ അവിടെ നിർത്തും. പിന്നീട് കളിയാക്കുമ്പോഴത്തേക്ക് നമ്മളോടുള്ള ഒരു അയ്യോ എന്തോ ഒരു സംതിങ്, ഒരു വികാരം ഉണ്ടാവും, അതായത് ഒരു നല്ലൊരു വികാരം അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് കൂട്ടങ്ങളുടെ ഇടയിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ ആ ഒറ്റപ്പെടുത്തുന്നവരുടെ ഇടയിൽ നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുക. സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് എല്ലാം മനസ്സിലായെങ്കിലും ഒന്നും മനസ്സിലാവാത്തവരെ പോലെ കുറച്ച് നേരം ശാന്തമായിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ പതിയെ നമ്മളോട് അടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് ആ കളിയാക്കൽ പതുക്കെ അങ്ങ് കുറയ്ക്കും. ഓക്കെ, ഇത് ഡാർക്ക് സൈക്കോളജിയിൽ വളരെ സൈലൻറ്റ് പവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇനി നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫാമിലീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കളിയാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിരിച്ചു വിടുക, അത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളെ അതായത് ഒരു പേഴ്സൺ, ചിലർ ചോദിക്കാറുണ്ട് അട്രാക്റ്റ് എങ്ങനെ ചെയ്യിപ്പിക്കാം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ചെറുക്കൻ എന്നോട് എന്തെങ്കിലും ലവോ എന്തെങ്കിലും അട്രാക്ഷനോ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഓക്കെ, ആ ഒരു പേഴ്സണിന് എങ്ങനെ എന്നോട് എന്തെങ്കിലും ഇഷ്ടമോ എന്തെങ്കിലും ഒരു അഫെയറോ കാര്യങ്ങളോ ഉണ്ടെന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് തീർച്ചയായിട്ടും നമുക്ക് ഡാർക്ക് സൈക്കോളജിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ, ആ ട്രിക്ക് നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ, അതോ വെറുതെ പണത്തിനോ കാര്യത്തിനോ വേണ്ടിയാണോ സ്നേഹിക്കുന്നതെന്ന് എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും, അതാണ് ഫസ്റ്റ്. ഇനി ആ ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ആ ഒരു പെണ്ണ് കണ്ണ് തരുന്നില്ല, കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, പകരം താഴേക്ക് നോക്കി സംസാരിക്കുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൾ നിങ്ങളെ അല്ലെങ്കിൽ അവൻ നിങ്ങളെ ഫേസ് ചെയ്യുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് സംസാരിച്ചു പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതാണ് കണ്ണുകൊണ്ടുള്ള ഒരിത്. ഇനി നമ്മൾ കണ്ണുകൊണ്ട് നോക്കി ആ പുള്ളിക്കാരി നല്ല രീതിയിൽ കണ്ണുകൊണ്ട് നോക്കി സംസാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു, ആ പേഴ്സൺ ചിരിച്ച് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭയങ്കര ഫ്രീ ആണ്, നിങ്ങളോട് അവൻ നല്ല കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ അവൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടപഴകാൻ പറ്റിയ ഒരു പേഴ്സൺ ആണെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ആ ഒരു പേഴ്സൺ ബോഡി ലാംഗ്വേജ് വലുതായിട്ട് യൂസ് ചെയ്യുന്നു. ചിലരിങ്ങനെ മിണ്ടാതെ
ശരി, ഓക്കെ. ഇങ്ങനെ പറയുന്നതിലപ്പുറം കൈയൊക്കെ വെച്ചിട്ട് ആക്ഷൻ കാണിച്ചിട്ട് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംതിങ് എന്തൊക്കെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബോഡി ലാംഗ്വേജ് കാണിക്കുമ്പോൾ ആ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ അടുത്താണ് അത്രയും വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ബോഡി ലാംഗ്വേജ് കാണിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഒരു ജോബിന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ബോഡി ലാംഗ്വേജ് കാണിക്കില്ല, കാരണം നമുക്ക് സിറ്റുവേഷൻസ് അറിയാം. ബട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആ ഒരു പേഴ്സൺ അത്രയും ബോഡി ലാംഗ്വേജ് എടുത്ത് അത്രയും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും വേണ്ടപ്പെട്ട ആളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കണ്ണിൽ നോക്കി സംസാരിക്കുന്നു, കുറച്ച് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ അല്ല, നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പേഴ്സൺ നിങ്ങളോട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. അതിനുശേഷം നിങ്ങളടുത്ത് പതിയെ അടുത്ത്, അതായത് ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം വിചാരിക്കുക, നിങ്ങളോട് അത്രയും അടുപ്പമുണ്ട്, നിങ്ങളോട് അത്രയും ഒരു സോൾ കണക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്രയും ഒരു അടുപ്പത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റൂ. അല്ലാത്തവരാണെങ്കിൽ അവർക്ക് എന്താണ് പെട്ടെന്നൊരു പേടിയോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇടും. അതായത് എനിക്ക് പറ്റത്തില്ല, നമ്മുടെ ബോഡി തമ്മിൽ അവിടെ ഒരു കണക്റ്റ് ആവുന്നില്ല. പക്ഷേ നിങ്ങളുടെ ബോഡി തമ്മിൽ അവിടെ ഓപ്പോസിറ്റ് ആയുള്ള പെയറുമായിട്ട് ബോഡി തമ്മിൽ കണക്റ്റ് ആവുന്നതുകൊണ്ടാണ് പലപ്പോഴും കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളിലേക്കൊന്ന് അടുക്കാനായിട്ടുള്ളൊരു പ്രവണത വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഇഷ്ടമുണ്ട്. പക്ഷേ ആ പേഴ്സണിന് നിങ്ങൾക്ക് തിരിച്ച് ഇഷ്ടമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, ആ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് സ്പോട്ടിൽ റിപ്ലൈ തരികയാണ്, ആക്റ്റീവ് റിപ്ലൈ തരികയാണ്, കാരണങ്ങളില്ലാതെ നിങ്ങളുടെ അടുത്ത് മിണ്ടാൻ ശ്രമിക്കുകയാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു, വെറുതെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, ഇടയ്ക്കെങ്കിലും നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുന്നതല്ല, ഇടയ്ക്ക്, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസിൽ അവൻ അവൈലബിൾ ആകുന്നു അല്ലെങ്കിൽ അവൾ അവൈലബിൾ ആകുന്നെങ്കിൽ 100% ഉറപ്പിച്ചോ നിങ്ങളോട് ആ ഒരു പേഴ്സണ് എന്തോ ലവ് ഇമോഷൻസ് നിങ്ങളോടുണ്ട്. അത് വളരെ ട്രൂത്ത് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ 100% ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഓപ്പോസിറ്റുള്ളൊരു പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്, ആ പെരുമാറ്റം വഴി ആ പേഴ്സണിന് നിങ്ങളോടുള്ള ഇഷ്ടമാണോ ഇപ്പോൾ സ്നേഹമാണോ ലസ്റ്റാണോ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ആ നോക്കുന്ന നോട്ടം നമുക്ക് ലവബിൾ ആയിട്ടുള്ളൊരു നോട്ടമാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ ലെസ്റ്റ് ആയിട്ടുള്ളൊരു നോട്ടമാണെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. ആ പുള്ളിയുടെ കണ്ണ് നമ്മുടെ കണ്ണിലോട്ടല്ല, നമ്മുടെ നേരെ ദൃഷ്ടിയിലോട്ടല്ല ഫോക്കസ് ചെയ്യുന്നത്, പല ഭാഗങ്ങളിലേക്ക്, ശരീരഭാഗങ്ങളിലേക്കാണ് അത് നോട്ടം പോകുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു, അത് പുള്ളി എന്ന് പറയുന്നത് 100% ലവ് എന്ന രീതിയിലല്ല പുള്ളിക്ക് പോകുന്നത്, ഒരു ലെസ്റ്റോ അല്ലെങ്കിൽ മറ്റേതോ ഒരു ഫീൽഡിലേക്കായിരിക്കാം പോകുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അതുകൂടാതെ ആ ഇഷ്ടപ്പെട്ട പേഴ്സൺ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി ആ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് അടുത്തിടപഴകുന്നു. പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും എവിടേക്കോ എന്തെങ്കിലുമൊക്കെ ഒരു കെയറിങ്, അതുപോലെ തന്നെ നീ സൂപ്പറായിട്ടോ, നിന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തിയിട്ട് നിന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ഒന്നെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒന്നും ലൈഫിലാവാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് മാക്സിമം നമ്മളൊന്ന് പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും, മാക്സിമം പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണിൽ ഭയങ്കര സന്തോഷം ഉളവാക്കുന്നെങ്കിൽ, അതായത് നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ വിജയങ്ങൾ പോലും പുള്ളിയിൽ സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും ലൈഫിൽ ആ പുള്ളി. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ബ്രെയിൻ, അതായത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ട്രിക്കുകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നു കുറച്ച്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു പേഴ്സൺ അട്രാക്റ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു പേഴ്സൺ നമ്മളോട് തിരിച്ച് ലവ് ഉണ്ടോ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ രഹസ്യങ്ങൾ, വലത് കണ്ണിൻ്റെ കുറച്ച് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ വ്യായാമങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 1-2 വ്യായാമങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്, നമുക്ക് മാനിഫെസ്റ്റേഷൻ കോൺസെൻട്രേഷൻ പവർ ഇല്ല. എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തത്? അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കോൺസെൻട്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾ ഫോക്കസ് വിട്ടു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫോക്കസ് വിട്ടുപോകുന്നത്? ഫോക്കസ് വിട്ടുപോകാൻ വേറെ കാരണങ്ങളൊന്നുമില്ല. ഒരു കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ശ്രദ്ധ, പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു കോൺസെൻട്രേഷൻ വർക്കാക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്കി ഇന്നത്തെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, ഈ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിമ്പിൾ വർക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ഞാനിവിടെ ഒരു പിക്ചറിനകത്ത് ആഡ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ആഡ് ചെയ്യുന്നില്ല. മാക്സിമം ഞാൻ എഴുതി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്.
ഞാൻ ഓരോ നമ്പേഴ്സും ഒന്ന് വായിക്കാം. 18, 20, 2, 22, 10, 19, 16, 6, 9, 3, 5, 23, 1, 21, 24, 13, 25, 4, 15, 8, 12, 7, 11, 17, 14. ഇതിൽ ഈ 1 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ 1 പറയുന്ന സെൻട്രൽ ഭാഗത്തിലേക്ക് നിങ്ങൾ കുറേ നേരം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഇത് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് തന്നെ എഴുതിയെടുക്കാവുന്നതാണ് ഈ ഒരു സംഭവം. ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് കാണിക്കുമ്പോൾ ഇത് തിരിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതാദ്യം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ബുക്കിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. എഴുതിയ ശേഷം ആ 1ൻ്റെ സെൻട്രൽ ഭാഗത്ത് ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ 1ലേക്ക് തന്നെ നിങ്ങൾ നോക്കിയ ശേഷം നമ്മൾ ചെറുതിൽ നിന്ന് അവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഇതിലേതാണ് ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള നമ്പേഴ്സ് എഴുതുക. ചെറുതിൽ നിന്ന് ഇതിലേക്ക് വലുതിലേക്കുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്പേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിച്ച്, അതായത് മാക്സിമം ഒരു 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾ ടൈമർ വെക്കുക. ടൈമർ വെച്ച ശേഷം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് നോക്കിയ ശേഷം 2 മിനിറ്റ് നോക്കിയ ശേഷം ചെറുതിൽ നിന്ന് വലുതിലേക്ക് സ്പീഡായിട്ട് ഒരു 30 സെക്കൻഡ്, അതിനുശേഷം നമ്മൾ വാച്ചിൽ ടൈമർ ഇടുക. ടൈമർ ഇട്ട ശേഷം 30 സെക്കൻഡ് വെക്കുക. 30 സെക്കൻഡ് വെച്ച് സ്പോട്ടിൽ എത്രത്തോളം നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റി ആ നമ്പേഴ്സ് നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കോൺസെൻട്രേഷൻ പവർ ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. അതായത് ആ 1ൽ നിന്ന് തുടങ്ങി ആ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എത്ര നമ്പേഴ്സ് ഇത് നോക്കിയിട്ട് എഴുതണം, അല്ലാതെ എഴുതി വെക്കുന്നതല്ല. ഇത് നോക്കിയിട്ട് എത്ര നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് നിങ്ങൾ എഴുതുക. അതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ്സിലുള്ള റിപ്ലൈ ഞാൻ പറയാം. എത്ര നമ്പേഴ്സ്, ഇപ്പോൾ 5 നമ്പേഴ്സാണോ എഴുതാൻ പറ്റിയത്, അപ്പം എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇനി അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി റീകോളിംഗ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു വലത് കൈ ഉണ്ടല്ലോ, ഈ വലത് കൈ എപ്പോഴും ഇങ്ങനെ വെക്കുക. കണ്ടോ, ഈ വലത് കൈ നമ്മൾ ഇങ്ങനെ വെക്കുക. വലത് കൈ നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ച് വെക്കുന്നതിന് കണ്ടിന്യൂസ് നമ്മൾ ഏകദേശം ഒരു 90 സെക്കൻഡ്, ഒന്നുകിൽ 90 സെക്കൻഡ് അല്ലെങ്കിൽ 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, 6 മിനിറ്റോളം നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്നത് വളരെ നല്ലതാണ്. വലത് കൈ ഇങ്ങനെ ചുരുട്ടി വെക്കുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് മെമ്മറി റീകോൾ ചെയ്യുന്നതിന് വളരെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി ഈ കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, ഇത് മെമ്മറി റീകോളിംഗ് എന്ന് പറയും. മെമ്മറി നമുക്ക് റീകോൾ ചെയ്യുന്നതിനും മറവി ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരുന്നതിനും സഹായിക്കും. ഇനി മറ്റൊരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഇടത് കൈയുണ്ട്, വലത് കൈയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കൈയുണ്ട് നമുക്ക് എളുപ്പം നമ്മുടെ 2 ബ്രെയിനിലും എളുപ്പം വർക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു കൈ, അതായത് നമ്മൾ ഇപ്പോൾ ഇത് ഇടത് കൈയാണ്, ഈ ഇടത് കൈ കൊണ്ട് ഇങ്ങനെയും വലത് കൈ കൊണ്ട് ഇങ്ങനെയാക്കാണ്. ഓക്കെ, ഇടത് കൈ കൊണ്ട് ഇങ്ങനെയും വലത് കൈ കൊണ്ട് ഇങ്ങനെയാക്കി. ഇത് നമുക്ക് എന്താണ്, തിരിച്ച് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, തിരിച്ച് ഇതുപോലെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ആക്കാൻ പറ്റും. അതായത് നമ്മൾ ആദ്യം ഈ ഒരു കയ്യിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഒരു കൈ ഇങ്ങനെ ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് 2 ബ്രെയിൻ നമുക്ക് സ്പോട്ടിൽ തന്നെ വർക്ക് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അത് ബ്രെയിൻ്റെ ഒരു വ്യായാമമാണ്. ഇത് എളുപ്പം ചെയ്യാനായിട്ട് സഹായിക്കും. ആദ്യം സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് കിടക്കുക. ആദ്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇത് ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ണടയ്ക്കുക. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊന്ന് കണ്ണടച്ച ശേഷം നിങ്ങളുടെ ഫ്രണ്ടിലൊരു ബുക്കും പേനയും എടുത്ത് വെച്ച ശേഷം ഈ കണ്ണടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ സർക്കിൾ വരയ്ക്കുക, ഒന്നുകിൽ വൃത്തം വരയ്ക്കുക, അല്ലെങ്കിൽ ത്രികോണം വരയ്ക്കുക. ഒന്നുകിൽ സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കുക. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം ഇനി ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ പറയുകയാണ്. കമൻറ്റ് ബോക്സിൽ കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതാൻ പറ്റുമോ, ജസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര രീതിയിൽ ബ്രെയിനിൽ ഭയങ്കരമായിട്ട് പവർ കൂട്ടാൻ സഹായിക്കും, കോൺസെൻട്രേഷൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ, നമുക്ക് കീപാഡിൽ, നമുക്ക് ആ ഫോണിൽ ആ ലെറ്റേഴ്സ് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി എന്താണ് അത് ഫിക്സ്
ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രത്തോളം ഫിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് എളുപ്പത്തിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ കാണും. ഇനി ഞാനിപ്പോൾ കുറേ അട്രാക്റ്റ് ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞു, അല്ലാതെ ഡാർക്ക് സൈക്കോളജിയുടെ കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഇതിലൊക്കെ ഈ ഫാക്ടേഴ്സിൻ്റെ ഒപ്പം അട്രാക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടോ, നിങ്ങളുടെ കൂടെ ചങ്കായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിൽ ഈ ഒരു സയൻസ് ഞാൻ പറയുന്ന 3 അടയാളങ്ങളിൽ 3 സയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്സിനെ ലൈഫിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഫ്രണ്ട് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ചെയ്യില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഏറ്റവും അടുത്ത വിശ്വാസിയായിട്ടുള്ളൊരു ഫ്രണ്ട് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളുടെ എന്തെങ്കിലും സന്തോഷങ്ങൾ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നമ്മളൊരു ജയം നടക്കുന്ന സമയത്ത് അവൾ അവൈലബിൾ ആയിരിക്കില്ല. മീൻസ് മനഃപൂർവ്വം അവൈലബിൾ ആയിരിക്കില്ല. നമുക്കറിയാമല്ലോ, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബിസി കൊണ്ടായിരിക്കാം. പക്ഷേ ഇതല്ല. അതായത് നമ്മൾ പല നല്ല സമയങ്ങൾ വരുമ്പോൾ ആ നല്ല സമയങ്ങളിലെല്ലാം ആ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ പതിയെ നമ്മളിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നതായി കാണാം. അതായത് വിഷമഘട്ടങ്ങളിൽ വന്നിട്ട് ഓക്കെ നിന്നെക്കൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞില്ലേ എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുകയും, നമ്മൾ വിജയിക്കുന്ന സമയത്ത് ആ പുള്ളി അവൈലബിൾ അല്ലാതെ എടി എനിക്ക് വേറെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് പിന്നെ കാണാവേ എന്ന് പറഞ്ഞ് നൈസിന് സ്കിപ്പ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ളവരെ നിങ്ങൾ കൂടെ കൂട്ടരുത്. അത് ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി അടുത്ത ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും കാണും ഒരു രഹസ്യ സൂക്ഷിപ്പുകാരെ, അത്രയും ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു പേഴ്സൺ. അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു പേഴ്സണെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് അത്രയേറെ രഹസ്യങ്ങൾ പറയുന്ന ഒരു പേഴ്സൺ, പക്ഷേ അത് വേറൊരു കുറേ പേഴ്സൺസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു പേഴ്സണാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ അടയും ചക്കരയും പോലെ ഒട്ടിപ്പിടിക്കാനായിട്ട് നിൽക്കരുത്. ആ ഒരു സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ആ പുള്ളിക്കാരിൽ നിന്ന് ലീവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആ പുള്ളിക്കാരിൽ നിന്ന് ലീവ് ചെയ്ത് പോവുക. അപ്പോൾ അത്രത്തോളം നിങ്ങളെ വേണ്ടാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങളെ വലിയ രീതിയിൽ പരിഗണിക്കാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സയൻസ് ഉള്ളവരും ഇത്തരത്തിലുള്ള ആ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇങ്ങനെ കാണിക്കുന്നവരുണ്ടെങ്കിലും മാക്സിമം ഇവരിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡാർക്ക് സൈക്കോളജിയിൽ ഇന്നത്തെ പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കണ്ണടിച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് ആർക്കാണ് കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കള്ളത്തരം കാണിക്കരുത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ബ്രെയിൻ എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ബൈ.